ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കണ്ണൂരിലെ ചെറുകുന്ന് അമ്പലത്തിൽ വിഷു ഉത്സവമാണ് കേട്ടോ. 7 ദിവസത്തെ ഉത്സവമാണ്. കണ്ണൂരിലെ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, വലിയൊരു ഉത്സവമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും പോകാറുണ്ട്. പതിവ് പോലെ ഇക്കൊല്ലവും പോയി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ആനേനെ കാണാനാണ്. അങ്ങനെ ശിവുവിനൊക്കെ ആനേനെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമ്പലച്ചിറേൻ്റെ അടുത്തേക്കാണ്. ഉത്സവം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ബജ്ജിയും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോ പ്ലേറ്റ് ബജ്ജിയും കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചു, അത് കഴിച്ചു. ബജ്ജി തിന്നുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു ശിവുവിനൊക്കെ. അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടി അവന് വാങ്ങിച്ചു കൊടുത്തു. അമ്മ ഐസ്ക്രീം കഴിക്കാത്തതുകൊണ്ട് തന്നെ അമ്മക്കൊരു കരിമ്പ് ജ്യൂസും വാങ്ങി. നമ്മളങ്ങനെ കൈയൊക്കെ കഴുകിയതിന് ശേഷം അമ്പലത്തിൻ്റെ പുറത്താണ് കേട്ടോ ഉത്സവം. അങ്ങനെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അങ്ങനെ ഉത്സവമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രയും ഭംഗിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന റോഡിൻ്റെ 2 ഭാഗത്തായിട്ടാണ് കേട്ടോ ചന്തയൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ വയലിൻ്റെ കരക്കൊക്കെയാണ് ചന്ത ഉണ്ടാകുക. നല്ല ഭംഗിയാണ് രാത്രിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വെടിക്കെട്ട് കാണാനും പല ഭാഗത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം.
അപ്പം നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.